Welcome to all to A&E Law World. അപകടമുണ്ടായാൽ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടാതെ വരുന്ന മറ്റൊരു സാഹചര്യമാണ് പെർമിറ്റ് ഇല്ലാതെ വാഹനങ്ങൾ ഓടിച്ച് അപകടമുണ്ടാക്കുന്നത്. എല്ലാത്തരം പാസഞ്ചർ ക്യാരിങ് വെഹിക്കിളുകൾക്കും അൺലാഡൻ വെയ്റ്റ് 3000 കിലോഗ്രാമിൽ കൂടുതലുള്ള ഗുഡ്സ് വാഹനങ്ങൾക്കും നിയമപ്രകാരം പെർമിറ്റ് അത്യാവശ്യമാണ്. പെർമിറ്റ് എടുക്കാതെയോ കാലാവധി കഴിഞ്ഞ് പെർമിറ്റ് പുതുക്കാതെയോ വാഹനങ്ങൾ ഓടിച്ച് അപകടമുണ്ടാക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ വയലേഷനാണ്. അപകടത്തെ തുടർന്ന് MACT കോടതിയിൽ നഷ്ടപരിഹാര കേസ് ഫയൽ ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ ഉടമയെയും ഡ്രൈവറെയും ഇൻഷുറൻസ് കമ്പനിയെയും കേസിൽ പ്രതികളാക്കുകയും കോടതിയിൽ നിന്ന് നോട്ടീസ് അയക്കുകയും ചെയ്യും. നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി കേസിൽ ഹാജരാവുകയും ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് വിചാരിച്ച് ഓണറും ഡ്രൈവറും ഹാജരാകാതിരിക്കുകയുമാണ് പതിവ്. ഇൻഷുറൻസ് കമ്പനി കേസിൽ ഹാജരായതിനു ശേഷം MV ആക്ടിൻ്റെ വയലേഷൻ ഉള്ളതുകൊണ്ട് നഷ്ടപരിഹാരം കൊടുക്കുവാൻ ബാധ്യതയില്ലെന്ന് പറഞ്ഞ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യുകയും അതോടൊപ്പം പെർമിറ്റ് ഉണ്ടെങ്കിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ചെയ്യും. ഈ പെറ്റീഷൻ കോടതി അനുവദിച്ചു കഴിഞ്ഞാൽ ഓണർക്കും ഡ്രൈവർക്കും വീണ്ടും നോട്ടീസ് അയക്കുകയും ചെയ്യും. എന്നാൽ ഈ നോട്ടീസ് കിട്ടിയതിന് ശേഷവും കോടതിയിൽ ഹാജരാകാതിരുന്നാൽ കോടതി ഓണറെയും ഡ്രൈവറെയും എക്സ് പാർട്ടിയാക്കി കേസ് തുടരുകയും പേ ആൻഡ് റിക്കവറി അവാർഡ് പാസ്സാക്കുകയും ചെയ്യും. തുടർന്ന് ഇൻഷുറൻസ് കമ്പനി പേയ്മെൻറ്റ് നടത്തുകയും ബന്ധപ്പെട്ട റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വഴി റിക്കവറി നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. അതായത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വഴി വാഹന ഉടമയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി നഷ്ടപരിഹാര തുക ഈടാക്കും. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുവാനായി കോടതിയിൽ നിന്ന് നോട്ടീസ് കിട്ടിയാൽ ഹാജരായി കേസ് നടത്തുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അപകട സമയത്ത് പെർമിറ്റ് ഉണ്ടായിരിക്കുകയും ആ പെർമിറ്റിൻ്റെ കണ്ടീഷൻ വയലേറ്റ് ചെയ്യുകയും ചെയ്താലുള്ള നിയമ നടപടികളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.